ഓക്കെ. അതേപോലെ തന്നെ PCOD ഈ മെൻസ്ട്രൽ ഇറഗുലാരിറ്റിയും ഈ ഏജ് ഗ്രൂപ്പിൽ വളരെ കോമൺ ആണ്. അപ്പൊ മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ഉണ്ടാക്കുന്നത് പിന്നെ സ്ട്രെസ്. അപ്പൊ ആ ഏജ് ഗ്രൂപ്പിൽ സ്ട്രെസ് വളരെ കോമൺ ആണ്. അവരെ സ്കൂളിങ്, ഫാമിലി ഇഷ്യൂസ്, പിന്നെ കരിയർ, അതൊക്കെ വെച്ച് സ്ട്രെസ് ഉണ്ടാവും. അതുപോലെ പിന്നെ ഓവർ വെയിറ്റ്, ഇന്നത്തെ കാലത്ത് അതാണ് മെയിൻ ഒരു കോസ്. പിന്നെ ആക്ച്വൽ ഫിസിക്കൽ പ്രോബ്ലംസ്, തൈറോയിഡ് അങ്ങനെയൊക്കെ ഉള്ളത്, അതും ഈ ഗേൾസിൽ കോമൺ ആണ്. അപ്പൊ ഇങ്ങനത്തെ കാരണം കൊണ്ട് മെൻസ്ട്രൽ ഇറഗുലാരിറ്റി സാധാരണ ഇന്ന് കാണുന്നതാണ്. അപ്പൊ ഇത് ഭയങ്കര, അപ്പോൾ ആൾക്കാരിൽ എന്ന് പറഞ്ഞാല് മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ഉണ്ട്, പക്ഷെ അവർക്ക് എന്താ പറയുക, ഇത് PCOD ആണോ എന്ന് അറിയണം. അപ്പൊ അവരെ ധാരണ PCOD വേറെ എന്തോ ഒരു സംഭവമാണ്, മെൻസ്ട്രൽ ആക്ച്വലി ഇത് തന്നെയാണ് PCOD എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏതൊരാൾക്കും മെൻസ്ട്രുവേഷൻ കറക്റ്റായിട്ട് വരില്ല, അത് തെറ്റാനായിട്ട് ഉണ്ടാക്കിയാണ്. ഇപ്പൊ നമ്മൾ ഒരു സ്ത്രീ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുമ്പോൾ ആ സമയത്ത് അവര് ഗർഭം ധരിക്കരുത്. അപ്പോഴ് നേച്ചർ അവരെ ഹോർമോൺസ് തെറ്റിക്കും, ഉടനെ അടുത്ത ഗർഭം ഉണ്ടാവാതിരിക്കാൻ. അതുപോലെ എന്തെങ്കിലും ബോഡിക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഗർഭം ധരിക്കാതിരിക്കാനായിട്ട് മെൻസ്ട്രുവേഷൻ തെറ്റിക്കും, ഹോർമോൺസ് തെറ്റിക്കും. അപ്പോഴാണ് മെൻസ്ട്രുവേഷൻ ഇറഗുലർ ആവുന്നത്. അപ്പൊ നമ്മൾ പാൽ കൊടുക്കുമ്പോൾ ഇറഗുലർ ആയിരിക്കും. അപ്പൊ ബോഡിയുടെ സെറ്റിംഗ് അങ്ങനെയാണ്. എന്തെങ്കിലും ഇത് ഇങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ തെറ്റാനായിട്ടാണ് ഈ മെൻസ്ട്രുവേഷൻ ഉള്ളത്. അതിന്റെ ഈ തെറ്റുന്ന സെൻസിറ്റിവിറ്റി പലർക്കും പല വിധത്തിലായിരിക്കും. അതിന് വേരിയേഷൻ, നമുക്ക് ഏതൊരു ക്യാരക്ടറിസ്റ്റിക്കിലും ഒരു വേരിയേഷൻ ഉണ്ടാവല്ലോ. അപ്പൊ ചിലർക്ക് പെട്ടെന്ന് തെറ്റും, ചെറിയൊരു വിഷമം ഉണ്ടെങ്കിൽ തന്നെ മെൻസ്ട്രുവേഷൻ തെറ്റും. ചിലർക്ക് എന്ത് വന്നാലും തെറ്റൂല. അപ്പൊ എപ്പോഴും തെറ്റിക്കൊണ്ടിരിക്കുന്നവരെ നമുക്ക് PCOD എന്ന് പറയാം. PCOD അവർ ആക്ച്വലി 1920s and 30s കോയിൻ ചെയ്താണ്. അന്ന് വളരെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ഇതാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും PCODയിലേക്ക്, അതും PCOD. പിന്നെ മുമ്പ് ഒരു ഇതുണ്ടായിരുന്നു, തടിച്ച ആള് അങ്ങനെയൊക്കെ ഒരു PCOD പേഷ്യന്റ് ഇങ്ങനെ ആയിരിക്കുന്നത്. ഇപ്പൊ ഇതിന് തടി കുറഞ്ഞ PCOD, ഒബീസ് PCOD, ലീൻ PCOD, മെൻസ്ട്രുവൽ റെഗുലർ സൈക്കിൾസ് PCOD. അപ്പൊ എല്ലാവരും ഇതിലേക്ക് ഫോൾഡിലേക്ക് വലിക്കുന്ന ഒരു ടെൻഡൻസിയാണ് പിന്നെ ഇപ്പൊ ഉള്ളത്. അപ്പം പറഞ്ഞു വന്നാൽ എല്ലാവരും PCOD എന്ന് വിളിക്കാം. അതിന്റെ ആവശ്യമില്ല, നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത്, ആൾക്കാരെ റീഅഷ്യൂർ ചെയ്യേണ്ടത്. ഇത് ആക്ച്വലി ഒരു അംബ്രല്ല ടേമാണ്, ഒരു അസുഖമല്ല. നമ്മളിപ്പോ ജോണ്ടിസ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു അംബ്രല്ല ടേം. അത് അവരിലുണ്ടാവുന്ന ആക്ച്വൽ കോസ് ഓഫ് മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ഡിഫറെന്റ് ആയിരിക്കും. അത് അതിൽ ജെനറ്റിക്സും ഇൻവോൾവ് ആണ്. അപ്പൊ നമുക്ക് പലപ്പോഴും ഈ ജെനറ്റിക് ഇത് വരുമ്പോൾ നമുക്ക് സിംഗിൾ ജീൻ ഡിസോർഡർ ഉണ്ടെങ്കിലും പലതും നമുക്ക് മൾട്ടി ഫാക്ടർ, പല ജീനിൽ പല ഈവൻ ആക്ച്വലി പ്രോബ്ലംസ് ഉണ്ടാവണമെന്നില്ല, പക്ഷെ പല ജീൻ കോമ്പിനേഷൻസ് വരുമ്പോൾ പലർക്കും പല എക്സ്പ്രഷൻ പല വിധത്തിലായിരിക്കും. മനസ്സിലായില്ലേ? അതൊക്കെ കൊണ്ട് വരുന്നതാണ് ഈ PCOD എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്. അതൊരു ഹോർമോണൽ കണ്ടീഷനാണ്. അല്ലാണ്ട് PCOD എന്ന് പറയുന്ന ഒരു സാധനം വയറ്റിന്റെ ഉള്ളിൽ ഇല്ല. അങ്ങനെയാണ് പലരുടെയും ധാരണ. അപ്പം ഇറഗുലർ സൈക്കിൾസ് വരുമ്പം PCOD ഉണ്ടോ സ്കാൻ ചെയ്ത് നോക്കണോ എന്നൊക്കെ പറഞ്ഞു വരും. ആക്ച്വലി സ്കാനിൽ നമ്മൾ PCO കാണാൻ നമുക്ക് സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല. മെൻസ്ട്രുവൽ ഇറഗുലർ സൈക്കിൾസ് ഉള്ള ആൾക്ക് ഒരു PCO ലൈക്ക് ആയിരിക്കും. ആ ഹോർമോൺ വരുന്നത് പിറ്റ്യൂട്ടറിന്ന് പിന്നെ ഓവറിന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ഹോർമോണൽ കണ്ടീഷൻസിൽ ആ ഓവറിന്റെ പിക്ചർ PCO ആയിരിക്കും. എപ്പോഴും PCO ആണെങ്കിൽ PCOD എന്ന് പറയും, അത്രേ ഉള്ളൂ. അപ്പൊ PCO എന്ന് സ്കാനിൽ കാണുമ്പോൾ PCOD ആയി എന്ന് പലരും ധരിക്കും. അപ്പൊ ഇതൊക്കെ പിന്നെ എന്താ പറയാ, ഒരു അമിത ബോധവൽക്കരണം കൊണ്ടെന്ന് പറയാം. മനസ്സിലായില്ല? ആൾക്കാർക്ക് അറിയാം, മെഡിക്കൽ കണ്ടീഷൻ അറിയാം, പക്ഷെ അതിന്റെ ആക്ച്വൽ ഡീറ്റെയിൽസ് അറിയില്ല. അതുകൊണ്ടുള്ള പേടികളാണ്. ഇപ്പം PCODന്റെ കാര്യം തന്നെ പറയുമ്പോൾ ആണെങ്കിൽ ധാരാളം ആളുകൾ ഇപ്പം ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനത്തെ ആളുകളൊക്കെ ഒരുപാട് വീഡിയോസ് ആയിട്ട് വരാറുണ്ട്. ഇന്ന ഡയറ്റ് PCODക്ക് നല്ലതാണ്, അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ടാണ് PCOD വരുന്നത്, നമ്മുടെ ഭക്ഷണ രീതി ശരിയല്ലാത്തതുകൊണ്ടാണ്. എല്ലാത്തിനും ഒരു റീസൺ ആയിട്ട് ഭക്ഷണ രീതിയുടെ പ്രശ്നമാണ് പറയുന്നത്. ഏർലി പീരീഡ്സ് വളരെ നേരത്തെ കുട്ടികൾക്കാവുന്നത് ഭക്ഷണ രീതിയുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ചിക്കൻ കഴിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഇതെങ്ങാനും കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇത് നമ്മൾ ഇതൊക്കെ ലൈഫ് സ്റ്റൈലുമായിട്ട് അസോസിയേറ്റഡ് ആണ്. അപ്പൊ നമ്മുടെ ബോഡി ഇവിടെ ജീവിക്കാൻ ഉണ്ടാക്കിയതല്ല. ആക്ച്വലി ആഫ്രിക്കയിൽ സാവന്യയിൽ അതിനായിട്ടുണ്ടായതാണ്. അപ്പൊ അത് നമ്മൾ ഈ മോഡേൺ ലൈഫ് സ്റ്റൈലുമായിട്ടുള്ള മിസ്ഫിറ്റ് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഇത് പ്രശ്നങ്ങളല്ല, ആക്ച്വലി ഈവൻ ആഫ്രിക്കയിലാണെങ്കിലും നമുക്ക് ഇങ്ങനത്തെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നമുക്ക് ഫാമിനൊക്കെ വരുമ്പോഴും മെൻസസ് തെറ്റാനായിട്ട് ഉണ്ടാക്കിയാണ്. അന്നത്തെ ആ സാഹചര്യങ്ങളിൽ ഒരു ഹ്യൂമൻ ഫീമെയിൽ, ഒരു സ്ത്രീക്ക് നമ്പർ ഓഫ് മെൻസ്ട്രുവേഷൻ വളരെ കുറവായിരുന്നു. കാരണം മെൻസ്ട്രുവേഷൻ അറ്റൈൻ ചെയ്താൽ ഉടനെ തന്നെ ഗർഭധാരണമായി, അതിനുശേഷം പ്രസവമായി, അത് കഴിഞ്ഞ് അടുത്ത പ്രസവമായി, അങ്ങനെ നമ്പർ ഓഫ് മെൻസ്ട്രുവേഷൻ കുറവാണ്. ഒരു ലൈഫ് ടൈമിൽ അന്ന് ഒരു സ്ത്രീ എന്ന് പറയുന്നവർ പിന്നെ ഒരു 4-5 പ്രാവശ്യം മാത്രമേ ആക്ച്വലി മെൻസ്ട്രുവേഷൻ ഉണ്ടായിട്ടുള്ളൂ. ഇന്ന് 400ഓളം തവണയാണ് ഒരു സ്ത്രീക്ക് മെൻസ്ട്രുവേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു രസം എന്ന് വെച്ചാൽ, പിന്നെ നമ്മൾ സാധാരണ ഇപ്പോൾ തൈറോയ്ഡ് എടുത്താൽ തൈറോയ്ഡ് കൂടുമ്പോൾ ആക്ച്വലി അതിനൊരു ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ടാവും. അത് കുറക്കാൻ ദേഹം തന്നെ കുറക്കും. അപ്പോൾ ദേഹത്തിന് അറിയാം തൈറോയ്ഡ് കൂടി. പക്ഷേ മെൻസ്ട്രൽ പ്രോബ്ലം വരുമ്പോൾ, മെൻസ്ട്രൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ ദേഹത്തിനൊരു ഫീഡ്ബാക്ക് സിസ്റ്റം ഇല്ല.
ദേഹം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? അപ്പോഴത് അന്ന് ദേഹത്തിന് അതൊരു പ്രോബ്ലം അല്ല, നമ്മുടെ ശരീരത്തിന് അന്ന് ഇതൊരു പ്രോബ്ലം അല്ലാത്തതുകൊണ്ട് അതിനെ കൺട്രോള് ദേഹത്തിലില്ല മെൻസ്ട്രൽ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ. അപ്പോൾ പിന്നെ നമ്മൾ അറിഞ്ഞ് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മളെ ലൈഫ് സ്റ്റൈലിൽ, ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ ജീവിച്ചാൽ ഓവർ വെയിറ്റ് വെക്കുന്നതൊക്കെ ദേഹം ആക്ച്വലി നമുക്ക് ദേഹത്തിന് പ്രോബ്ലം ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യും. അപ്പോൾ തടി കൂടുതലാണ് നോക്കണം. സ്ട്രെസ് നമുക്ക് ജോബ് സ്ട്രെസ് ആണെങ്കിലും ദേഹം വിചാരിക്കും നമുക്ക് ഫാമിനാണ്, അല്ലെങ്കിൽ മറ്റേ വൈൽഡ് ആനിമൽസിന്റെ പ്രശ്നമാണ്. ആ സമയത്ത് ഈ സ്ത്രീ ഗർഭം ധരിച്ചാൽ രണ്ടാളും ബാക്കിയാവില്ല. അപ്പൊ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ദേഹം പിന്നെ മെൻസ്ട്രേഷൻ തെറ്റിക്കും. മനസ്സിലായില്ല? അപ്പൊ നമ്മളെ ലൈഫ് സ്റ്റൈൽ നമ്മൾ നിയന്ത്രിക്കാൻ വേണം. ഇതൊന്നും ചെയ്യണ്ടെന്നല്ല, നിങ്ങൾക്ക് സ്ട്രെസ് കൊണ്ട് മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രെസ് എടുക്കണ്ടെന്നല്ല, ആ ജോബ് വിടാനോ സ്കൂളിൽ പോകാണ്ടിരിക്കാനല്ല പറയുന്നത്. നമുക്ക് പിന്നെ ഇത് നിയന്ത്രിക്കാൻ പറ്റും. ഹോർമോൺ ടാബ്ലറ്റ് എടുത്താൽ ഈസിലി നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. മെൻസ്ട്രൽ ഇറഗുലാരിറ്റി നമുക്ക് PCOD നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എന്താണ്, നമുക്ക് പ്രോബ്ലം അതാണ് ട്രീറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ പെർട്ടിക്കുലർ ഇപ്പം അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിൽ ഇവർക്ക് മെൻസ്ട്രൽ പ്രോബ്ലം ആണ്, അത് നമുക്ക് പിന്നെ ഹോർമോൺ ടാബ്ലറ്റ് കൊണ്ട് നമുക്ക് ഇത് ചെയ്യാം. ഇനി അവർക്ക് ഗർഭം ധരിക്കാനുള്ള വിഷമമാണ്, അപ്പോഴും നമ്മൾ സ്ട്രെസ് ഒഴിവാക്കാൻ പറ്റുന്ന സ്ട്രെസ് ഒഴിവാക്കാം. മറ്റു നമുക്ക് അവർ പിന്നെ ഓവുലേഷൻ ഇൻഡക്ഷൻ ഡ്രഗ്സ് ഉണ്ട്, അത് കൊടുക്കാം. ഓൾഡ് ഏജിൽ മെൻസ്ട്രൽ ഇറഗുലാരിറ്റി കൊണ്ട് നമുക്ക് പിന്നെ എൻഡോമെട്രിയൽ ക്യാൻസർ വരാനുള്ള ചെറിയ ശതമാനം കൂടും. അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ് ഒരു കൊല്ലത്തിൽ 3 പ്രാവശ്യം ഒരു 10 ടാബ്ലറ്റ് എടുക്കണ്ടോ. അത്ര സിമ്പിളായിട്ട് അത് പ്രിവെന്റ് ചെയ്യാം. എപ്പോഴും ഇറഗുലർ ആയിട്ട് വരുന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഗുളിക കഴിച്ച് ബ്ലീഡിങ് വരുത്തണം. ഇനി അവർക്ക് അതിനെ കൊണ്ട് വല്ലാത്ത വിഷമമാണെങ്കിൽ എപ്പോഴും കറക്റ്റായിട്ട് വരുത്താനും പറ്റും, ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ PCOD നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അവർക്ക് എന്താ പ്രോബ്ലം, അവർക്ക് എന്താ വിഷമം. ഇനിയിപ്പോൾ മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ഉണ്ട്, അതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ലെങ്കിൽ, അതുകൊണ്ട് അവർക്ക് ബോധറേഷൻ ഒന്നും ഇല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ ആവശ്യമില്ല. പിന്നെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന കാര്യം പറയുമ്പോഴും ആളുകൾക്ക് പൊതുവെ ഈ പറയുന്ന ആയുർവേദം പോലത്തെ ആളുകൾ വിശ്വസിക്കുന്ന പോലെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് അവർ വിശ്വസിക്കുന്ന ടൈപ്പ് ഓഫ് മെഡിസിൻ ചൂസ് ചെയ്യാനാണ് അവർക്ക് താല്പര്യം പൊതുവെ. അപ്പം ഇങ്ങനത്തെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻസ് എടുക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതുവഴി എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ? പിന്നെ തീർച്ചയായിട്ടും ഇപ്പം PCOD എന്ന് മാത്രമല്ല, ഏതൊരു കണ്ടീഷനിലും പിന്നെ ആളുകൾക്ക് ആയുർവേദം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അത് സൈഡ് എഫക്റ്റ് ഇല്ല, ഹാം ഇല്ല, അങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങളാണ്. ഏതൊരു സാധനങ്ങൾ, ഈവൻ ഓക്സിജനോ വെള്ളം ആയാൽ പോലും, നമുക്ക് ശുദ്ധജലം ആയാൽ പോലും അതിന് സൈഡ് എഫക്റ്റും പിന്നെ ടോക്സിസിറ്റിയും ഒക്കെ ഉണ്ട്. നമുക്ക് പിന്നെ മെഡിസിനിൽ നമ്മൾ സാധാരണ എന്ന് വെച്ചാൽ നമ്മൾ മോഡേൺ മെഡിസിൻ പിന്നെ അതിൻ്റെ ആക്ച്വൽ എഫക്റ്റ് എന്താണ്, സൈഡ് എഫക്റ്റ് എന്താണ്, വെൽ സ്റ്റഡീഡ് ആണ്. വെൽ സ്റ്റഡീഡ് എന്ന് പറഞ്ഞാൽ ലാബ് സ്റ്റഡീസ് അല്ല. പലർക്കും എന്താ ഈ സ്റ്റഡീസ് എന്നറിയില്ല. അപ്പോൾ ഹ്യൂമൻ സ്റ്റഡീസിൽ റാൻഡമൈസ് കൺട്രോൾ സ്റ്റഡീസ് നടത്തിയാൽ മാത്രമേ ആക്ച്വൽ എഫക്റ്റും സൈഡ് എഫക്റ്റും ഒക്കെ അറിയാൻ പറ്റൂ. നമ്മൾ ലാബിൽ കാണുന്ന, ഇപ്പോൾ നമുക്ക് കോവിഡിന്റെ കാര്യത്തിൽ, കോവിഡ് ഡ്രഗ്സിന്റെ കാര്യത്തിൽ തന്നെ ലാബിൽ കാണുന്ന ഗുണം നമുക്ക് ഹ്യൂമൻസിൽ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ അതിൽ കാണാത്ത സൈഡ് എഫക്റ്റ് ചിലപ്പോൾ ഉണ്ടാവും, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഹ്യൂമൻ സ്റ്റഡീസിൽ റാൻഡമൈസ് കൺട്രോളായിട്ട് ചിലപ്പം ഡ്രഗ് ഇല്ലാണ്ട് തന്നെ മാറും. അപ്പം നോർമൽ ക്യൂർ റേറ്റിലും ബെനിഫിഷ്യൽ എഫക്റ്റ് കിട്ടണം എന്നുള്ളത് നമ്മൾ അറിയണമെങ്കിൽ അത് റാൻഡമൈസ് കൺട്രോൾ സ്റ്റഡി കൊണ്ടേ പറ്റും. അപ്പം പലപ്പോഴും ഇപ്പം ഒരു മിനിസ്റ്റർ ലോകസഭയിൽ പറഞ്ഞതാ, നമ്മൾ അടുത്ത 2 കൊല്ലത്തിനുള്ളിൽ ഈ ആയുർവേദമൊക്കെ നമ്മൾ സേഫ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അപ്പം ഈ ഗോയിങ് വിത്ത് അയാൾ അത് സേഫ് ആണെന്നുള്ള ഒരു പ്രീ കൺസെപ്ഷനിലാണ് അയാൾ തുടങ്ങുന്നത്, ഓപ്പൺ ആയിട്ടല്ല. അത് ബെനിഫിഷ്യൽ ആണോ ബെനിഫിഷ്യൽ അല്ലയോ എന്നുള്ള ഓപ്പൺനെസ് കൊണ്ടേ ഒരു സ്റ്റഡി തുടങ്ങാവൂ. അതേ സ്റ്റഡിയിൽ നമ്മൾ എന്ത് കാണുന്നോ, അതിപ്പം ഏത് കാര്യം, ഇപ്പം മോഡേൺ മെഡിസിൻ ആണെങ്കിൽ അതുകൊണ്ടാണ് ഈ ഡ്രഗ്സ് എല്ലാം ഈ പുറന്തള്ളപ്പെട്ടു പോകുന്നു. നമ്മൾ കുറച്ചു കാലം യൂസ് ചെയ്ത് അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്തെങ്കിലും സർഫസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് നമ്മൾ വേണ്ടെന്ന് വെക്കണം. അപ്പം ഈ സ്റ്റഡീസ് വേണ്ട പോലെ നടക്കുകയും ഇതൊക്കെ ഫോളോ അപ്പ് നടക്കുകയും ചെയ്യുന്നത് പിന്നെ മോഡേൺ മെഡിസിനാണ്. മറ്റേതിലൊക്കെ സേഫ് ആണെന്നുള്ള ധാരണയിൽ ആൾക്കാരിങ്ങനെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ, ഒന്ന് ഡ്രഗ് ഡോസ് സ്റ്റാൻഡർഡൈസേഷൻ ഇല്ല, പിന്നെ സൈഡ് എഫക്റ്റ് പഠിക്കുന്നില്ല. അപ്പോഴും നമ്മൾ നിത്യേന നമുക്ക് പിന്നെ ബ്ലീഡിങ് പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പം ഈ പോസ്റ്റ് മെനോപോസൽ ഓൾഡ് ഏജിൽ ബ്ലീഡിങ് ഉണ്ടാവുക, അങ്ങനെയൊക്കെ ആയിട്ട് വരുന്ന സ്ത്രീകളിൽ പലരും വർഷങ്ങളോളം ഇത് എടുക്കുന്നതാണ്. അപ്പൊ ചോദ്യം ചെയ്യുമ്പോഴാണ് നമ്മൾ കഷായം കുടിക്കാറുണ്ട്, ഇതൊക്കെ സേഫ് ആണെന്നുള്ള. അപ്പൊ ഇത് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല ലിവർ, കിഡ്നി അതിനൊക്കെ ബാധിക്കാവുന്നതാണ്. അപ്പൊ ഏതൊരു കണ്ടീഷൻ ആണെങ്കിലും പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കുക, അല്ലാതെ പിന്നെ ഈ ട്രഡീഷണൽ മെഡിസിൻ ആയുർവേദം എന്നൊക്കെ പറഞ്ഞ് അതും ഇതും കഴിച്ച് നിങ്ങൾ അവയവങ്ങളെ പിന്നെ വിഷമത്തിലാക്കരുത്. ഇപ്പൊ നമ്മളിപ്പോ പ്രൊമോട്ട് ചെയ്യുന്ന